എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കും അതുപോലെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതുപോലെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് പോലെ തേർഡ് ട്രാൻസ്ഫറോ മ്യൂച്വൽ ട്രാൻസ്ഫറോ ഇനി ഉണ്ടോ എന്നുള്ളതും ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് കോമൺ ആയിട്ട് ഉണ്ടാകുന്ന, അതായത് സാധാരണയായിട്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവിധ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളും ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ആദ്യം തന്നെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷിച്ച വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ പരിശോധിക്കുക. അതിനായിട്ട് വിദ്യാർത്ഥികൾ hscap.kerala.gov.in എന്ന ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുകയും ഓപ്പൺ ചെയ്ത ശേഷം കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുള്ള ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും നൽകി ലോഗിൻ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ ലഭിച്ച ഒരു വിദ്യാർത്ഥിയാണ് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്കിൽ സ്പോർട്സ് കോട്ടയുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയുമാണ് നൽകേണ്ടത്. അതേസമയം നിങ്ങൾക്ക് മെറിറ്റ് കോട്ടയിൽ, അതായത് കാൻഡിഡേറ്റ് ലോഗിൻ SWS വഴിയാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയത് എങ്കിൽ, അങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്തത് എങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയുമാണ് നിങ്ങൾ നൽകേണ്ടത്. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുന്ന സമയത്ത് പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് ട്രാൻസ്ഫർ എന്നും ഏത് സ്കൂളിൽ ഏത് കോഴ്സിൽ എത്രാമത്തെ ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ല എങ്കിൽ സോറി യു ഹാവ് നോട്ട് ട്രാൻസ്ഫർ എന്നും, ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്യാത്ത വിദ്യാർത്ഥികളുടെ അവിടെ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് ആയിട്ട് യുവർ ആപ്ലിക്കേഷൻ ഹാസ് നോട്ട് കൺഫേംഡ് ഹെൻസ് യുവർ ആപ്ലിക്കേഷൻ ഡസ് നോട്ട് കൺസിഡർ ഫോർ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്തിട്ടില്ല, അത് കാരണം നിങ്ങളുടെ അപേക്ഷ ട്രാൻസ്ഫറിൽ പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്യാത്ത വിദ്യാർത്ഥികളുടെ ആ ഒരു പേജിൽ ഉണ്ടായിരിക്കുക. ഇനി ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും അവിടെ ട്രാൻസ്ഫർ അലോട്ട് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ യുവർ റാങ്ക് ഡീറ്റെയിൽസ്, അതുപോലെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള ഓപ്ഷനുകൾ കാണാൻ സാധിക്കുന്നതാണ്. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്യുകയും അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് പരിശോധിക്കാവുന്നതും ആണ്. ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് സ്കൂളാണോ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു സ്കൂളിൽ ഓരോ കോഴ്സിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ, ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾക്ക് യുവർ റാങ്ക് ഡീറ്റെയിൽസ്, വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ളതാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസും അതുപോലെ ആ ഒരു സ്കൂളിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥിയുടെ റാങ്ക് ഡീറ്റെയിൽസും കൃത്യമായിട്ട് നിങ്ങൾക്ക്, അതായത് ഏറ്റവും ലാസ്റ്റ് ട്രാൻസ്ഫർ കിട്ടിയ വിദ്യാർത്ഥികളുടെ ആ ഒരു റാങ്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതിൽ നിങ്ങൾക്ക് എത്ര രൂപയാണ് നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷൻ ഫീസ് ഇനത്തിൽ നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് അടയ്ക്കേണ്ടതുണ്ടെങ്കിൽ എത്ര രൂപയാണ് അടയ്ക്കേണ്ടത് എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. നിങ്ങൾക്ക് നിലവിൽ പഠിക്കുന്ന സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്കാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് ഏകദേശം ഒരു 100 മുതൽ 200 രൂപ വരെ മാത്രമാണ് ആ ഒരു രീതിയിൽ ഫീസ് എക്സ്ട്രാ ആയിട്ട് വരികയുള്ളൂ. അപ്പോൾ അത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്ററിൽ നിങ്ങൾക്ക് എത്രയാണ് ഈ ഒരു ഫീസ് അടയ്ക്കേണ്ടത് എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് സെയിം സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്കാണ് നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ളത് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു കോഴ്സ് മാറ്റത്തിൻ്റെ ഫലമായിട്ട് വരുന്ന എക്സ്ട്രാ ഫീസ് എത്രയാണോ അത് നിങ്ങൾ ആ ഒരു അലോട്ട്മെൻറ്റ് ലെറ്ററിൽ നോക്കുകയും ആ ഒരു പൈസ നിങ്ങൾ സ്കൂളിൽ നാളെ പോയിട്ട് ആ ഒരു സ്കൂളിൽ നിങ്ങൾ അടച്ചാൽ മതിയാകും. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ഫീസ് നിലവിലെ സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്കാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ രക്ഷിതാവിനെ കൂട്ടേണ്ടതില്ല, അതായത് നിങ്ങളുടെ രക്ഷിതാവിനെ കൂടി വരേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫീസ് നിങ്ങൾക്ക് സാധാരണ ക്ലാസ്സിൽ പോകുന്ന പോലെ തന്നെ നിങ്ങൾക്ക് സ്കൂളിൽ പോകാവുന്നതും നിങ്ങൾക്ക് ഏത് കോഴ്സിലേക്കാണോ ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ളത് ആ ഒരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് പോകാവുന്നതും അതുപോലെ എക്സ്ട്രാ ആയിട്ടുള്ള ഫീ പേയ്മെൻറ്റ് നിങ്ങൾക്ക് അടക്കാവുന്നതും ആണ്. അപ്പോൾ ഈ ഒരു എക്സ്ട്രാ ഫീസ് വിദ്യാർത്ഥികൾ ഈ ഒരു ഓഗസ്റ്റ് 6, 7, 8 തീയതികളിൽ തന്നെ അടച്ചുകൊണ്ട് നിങ്ങളുടെ ആ ഒരു സീറ്റ് നിങ്ങൾ കൺഫേം ചെയ്യേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നാളെ തന്നെ സ്കൂളിൽ ക്ലാസ്സിന് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു പൈസ അടച്ച് ആ ഒരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏത് കോഴ്സിലേക്കാണ് ട്രാൻസ്ഫർ കിട്ടിയത് ആ ഒരു കോഴ്സിലേക്ക് മാറാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്, ഇങ്ങനെ ട്രാൻസ്ഫർ കിട്ടുന്ന വിദ്യാർത്ഥികൾ മാറിയിട്ടില്ലെങ്കിൽ പ്രോബ്ലം ഉണ്ടോ, അതുപോലെ
ചോദിക്കുന്ന ഒരു സംശയമുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം, ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കോഴ്സ് മാറ്റമായാലും അല്ലെങ്കിൽ സ്കൂൾ മാറ്റമായിരുന്നാലും നിങ്ങൾ നിർബന്ധമായിട്ടും ട്രാൻസ്ഫർ കിട്ടിയതനുസരിച്ച് നിങ്ങൾ മാറേണ്ടതായിട്ട് വരുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ നിലവിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്കോ അല്ലെങ്കിൽ നിലവിലെ സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ജില്ലയിലേക്കോ ആണ് ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് നിലവിൽ പഠിക്കുന്ന സ്കൂളിൽ നിന്നും അഡ്മിഷൻ ഫീസ് ഒഴികെയുള്ള നിങ്ങളുടെ ഈ ഒരു TC, സ്വഭാവ സർട്ടിഫിക്കറ്റ്, SSLC സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റ് ഡോക്യുമെൻറ്റുകൾ, PTA ഫണ്ട്, കോഷൻ ഡെപ്പോസിറ്റ് എന്നിവ തിരികെ തരുന്നതും പുതുതായിട്ട് അഡ്മിഷൻ നേടാൻ പോകുന്ന സ്കൂളിൽ നിങ്ങൾ പോകുന്ന സമയത്ത് അലോട്ട്മെൻറ്റ് ലെറ്ററും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു സ്കൂളിൽ നിന്ന് തിരിച്ചു തന്നിട്ടുള്ള ഡോക്യുമെൻറ്റ്സും അതുപോലെ അഡ്മിഷൻ ഫീസ് അടച്ചപ്പോൾ നൽകിയിട്ടുണ്ടായിരുന്ന റെസീപ്റ്റും PTA ഫണ്ടും കോഷൻ ഡെപ്പോസിറ്റും അതുപോലെ തന്നെ കോഴ്സ് മാറ്റത്തിൻ്റെ ഫലമായിട്ടോ മറ്റോ നിങ്ങൾക്ക് എക്സ്ട്രാ ഫീ പേയ്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു പൈസ കൂടി വിദ്യാർത്ഥികൾ അഡ്മിഷൻ ടൈമിൽ സ്കൂളിൽ അടയ്ക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും വിദ്യാർത്ഥികൾ ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള സ്കൂളിലേക്ക് അല്ലെങ്കിൽ കോഴ്സിലേക്ക് മാറേണ്ടതാണ്. നിങ്ങൾക്കിപ്പോൾ കോഴ്സ് മാറ്റമാണ് കിട്ടിയതെങ്കിൽ കോഴ്സിലേക്കും, സ്കൂളും കോഴ്സും മാറിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്കൂളും കോഴ്സ് മാറിയതനുസരിച്ച് അങ്ങനെയും, അതുപോലെ തന്നെ സ്കൂൾ മാത്രമാണ് മാറിയിട്ടുള്ളതെങ്കിൽ നിലവിൽ പഠിക്കുന്ന സ്കൂളിൽ നിന്നും ഡോക്യുമെൻറ്റ്സും ഫീസും ഈ ഒരു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തിരിച്ച് വാങ്ങിച്ച് പുതുതായിട്ട് ട്രാൻസ്ഫർ ഏത് സ്കൂളിലേക്കാണോ കിട്ടിയത് ആ ഒരു സ്കൂളിലേക്ക് നിങ്ങൾ നിർബന്ധമായിട്ടും മാറേണ്ടതാണ്. മാറിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ട്രാൻസ്ഫറും അതുപോലെ അഡ്മിഷനും റദ്ദ് ചെയ്യപ്പെടുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്ത് ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ല എങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥിയുടെ നിലവിലെ അഡ്മിഷൻ അവിടെ തുടരും. ആ ഒരു സ്കൂളിൽ പോയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. എന്നാൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ട്, അതിപ്പോൾ കോഴ്സിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലായിക്കോട്ടെ, മറ്റൊരു സ്കൂളിലെ കോഴ്സിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റൊരു ജില്ലയിലായിക്കോട്ടെ, നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള സ്കൂളിൽ നിർബന്ധമായിട്ടും പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഓഗസ്റ്റ് 6, 7, 8 തീയതിക്കുള്ളിലായിട്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കുക. ട്രാൻസ്ഫർ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് നിലവിലെ സ്കൂളിൽ തുടരാൻ സാധിക്കുന്നതാണ്. ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നിലവിലെ സ്കൂളിൽ തുടരാനായിട്ട് യാതൊരു കാരണവശാലും സാധിക്കില്ല. അതുകൊണ്ട് അല്ലെങ്കിൽ കോഴ്സിലോ തുടരാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ കിട്ടിയത് കോഴ്സാണോ സ്കൂളാണോ എന്നുള്ളതനുസരിച്ച് വിദ്യാർത്ഥികൾ കിട്ടിയത് അനുസരിച്ച്, അതായത് നിങ്ങൾക്കിപ്പോൾ നിലവിലെ സ്കൂളിലോ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലോ മറ്റൊരു കോഴ്സിലേക്കോ മറ്റൊരു ജില്ലയിലേക്കോ ഒക്കെയാണ് കിട്ടിയതെങ്കിൽ, അതുപോലെ മറ്റൊരു കോഴ്സിലേക്കോ ആണ് കിട്ടിയതെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് ട്രാൻസ്ഫർ ലഭിച്ചത് അതനുസരിച്ച് നിങ്ങൾ മാറേണ്ടത് നിർബന്ധമാണ്. അല്ലാന്നുണ്ടെങ്കിൽ കിട്ടിയിട്ടുള്ള അഡ്മിഷൻ മുഴുവനായിട്ട് റദ്ദ് ചെയ്യപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ഈ ഒരു ഓഗസ്റ്റ് 6 മുതൽ 8 തീയതിക്കുള്ളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുക. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ് തേർഡ് ട്രാൻസ്ഫർ ഉണ്ടോ എന്നുള്ളത്. തേർഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ തേർഡ് ട്രാൻസ്ഫർ ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ മ്യൂച്വൽ ട്രാൻസ്ഫർ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മ്യൂച്വൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഒരു സ്കൂളിൽ തന്നെ 2 വിദ്യാർത്ഥിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാസ് മാറാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ മാറാൻ ലഭിക്കുന്ന ഒരു അവസരമാണ്. അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ചാൻസ് ചിലപ്പോൾ ലഭിച്ചേക്കാം. അത് നിങ്ങളുടെ ക്ലാസ് ടീച്ചറോടും അതുപോലെ തന്നെ സ്കൂൾ പ്രിൻസിപ്പാളിനോടും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വല്ല സർക്കുലറും വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ മാറുന്നതിനായിട്ടുള്ള ഒരു അവസരം സ്കൂളിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ മ്യൂച്വൽ ട്രാൻസ്ഫർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നിങ്ങളിപ്പോൾ സയൻസ് ആണെന്ന് കരുതുക, നിങ്ങൾക്കിപ്പോൾ കൊമേഴ്സ് ആണ് പഠിക്കാൻ താല്പര്യം. അപ്പോൾ നിങ്ങൾക്ക് കൊമേഴ്സിലെ ഒരു വിദ്യാർത്ഥി സയൻസിലേക്കും വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ അത് സർക്കുലർ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ആ ഒരു അറിയിക്കുന്നതായിരിക്കും. അതുകൂടാതെ നിങ്ങൾ സ്കൂളിൽ ടീച്ചേഴ്സിനോടും അതുപോലെ തന്നെ പ്രിൻസിപ്പാളിനോടും ആ ഒരു രീതിയിൽ സർക്കുലർ വരികയാണെങ്കിൽ പറയാനായിട്ട് പറഞ്ഞാൽ മതിയാകും. അതുപോലെ തന്നെ സ്പോട്ട് അഡ്മിഷന് ഈ ഒരു അഡ്മിഷൻ ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഇതുവരെ അപേക്ഷയിലെ തെറ്റ് കാരണം അഡ്മിഷൻ കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷിക്കാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കുകയും അലോട്ട്മെൻറ്റ് കിട്ടുകയും എന്നാൽ അപേക്ഷയിലെ തെറ്റ് കാരണം സ്കൂളിൽ നിന്ന് അഡ്മിഷൻ നൽകാതിരുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ട്രാൻസ്ഫർ അല്ല ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള സ്കൂളിലെ കോഴ്സ് ഏതായിക്കോട്ടെ അല്ലെങ്കിൽ സ്കൂൾ ഏതായിക്കോട്ടെ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ അവിടെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഈ ഒരു ഓഗസ്റ്റ് 6 മുതൽ 8 തീയതിക്കുള്ളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.